സാങ്കേതിക തകരാറിന് പരിഹാരം CBSE പുനർമൂല്യനിർണ്ണയ അപേക്ഷ നൽകാനുള്ള വെബ്സൈറ്റിന്റെ പ്രവർത്തനം തുടങ്ങി. ശനിയാഴ്ച വരെ അപേക്ഷിക്കാം. പാളിച്ചകൾ വിലയിരുത്താൻ വിദ്യാഭ്യാസ പാർലമെന്ററി സമിതി ഇന്ന് പരിശോധിക്കും. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ. ഇടതുപക്ഷത്തു നിന്ന് മുഹമ്മദ് മുഹ്സീൻ. BJP വിട്ടുനിൽക്കും. പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസ് ഇന്ന് ഉണ്ടാകും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ചയും തുടങ്ങും. മാസപ്പടി കേസിൽ വീണ വിജയനെതിരായ അന്വേഷണം തുടരാൻ ED. വീണയെ വിളിപ്പിക്കുക. റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം. ഭാഗിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇസ്രയേലും ഹിസ്ബുള്ളയും. ധാരണ ട്രംപിന്റെ ഇടപെടലിന് പിന്നാലെ. വെടിനിർത്തൽ സ്ഥിരീകരിച്ച് ബെന്യാമിൻ നെതന്യാഹു. തെക്കൻ ലെബനോണിൽ ആക്രമണം തുടരും. ഗാസ ലെബനോൺ ആക്രമണം US ഇറാൻ സമാധാന ചർച്ചകളെ ബാധിക്കുമെന്ന് ഇറാൻ സ്പീക്കർ. തൃശൂർ അയ്യന്തോൾ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന് നാളെ തുടക്കം. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഇന്ന് എത്തും. കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന് ഭക്തിനിർഭരമായ സമാപനം. പിണറായി വിജയന് പിന്തുണയുമായി വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ. തോൽവിയുടെ ഉത്തരവാദിത്വം ഒരാളുടെ മേൽ കെട്ടിവെക്കുന്നത് ശരിയല്ലെന്ന് യോഗനാഥത്തിൽ വെള്ളാപ്പള്ളി. പാർട്ടി ഓഫീസുകൾ ദല്ലാളുമാരും കച്ചവടക്കാരും കൈയടക്കി. ക്രിസ്ത്യൻ മുസ്ലിം പ്രീണനവും CPI സൃഷ്ടിച്ച പ്രശ്നങ്ങളും തിരിച്ചടിയായെന്നും വിമർശനം.